കബീഷ്. ഒരു ദിവസം കാട്ടിൽ. മോട്ടുവും പിന്റുവും. കബീഷ് മരക്കൊമ്പുകളിലൂടെ ചാടി ചാടി അവരുടെ അടുത്തെത്തി. എന്തു പറ്റി? ദാഹിച്ചിട്ട് വയ്യ കബീഷ്. അരുവിയിൽ ചെന്ന് വെള്ളം കുടിക്കാമല്ലോ. അവിടെ പീലുണ്ട്. കടുവ കടുവ എന്ന് അലറിക്കൊണ്ടൊരു മനുഷ്യൻ ഓടുന്നത് ഞാൻ കണ്ടു. ദേ, അയാളുടെ പാത്രവും സോപ്പും ഒക്കെ അവിടെ കിടപ്പുണ്ട്. മനുഷ്യനോ? അയാൾ ഒറ്റയ്ക്കാ. അരുവിയിൽ കുളിക്കാൻ ഇറങ്ങിയതാ. പേടിക്കണ്ട, അയാൾ പോയല്ലോ. പക്ഷേ പീലു പോയിട്ടുണ്ടാവില്ല. ഞങ്ങൾക്ക് ദാഹിച്ചിട്ട് വയ്യ കബീഷ്. വെള്ളം ഞാൻ കൊണ്ടുവരാം. കബീഷ് തൻ്റെ മാന്ത്രിക വാൽ നീട്ടി നീട്ടി സോപ്പിൽ ചുറ്റി. എന്നിട്ട് വാൽ ചുരുക്കി സോപ്പ് കൈക്കലാക്കി. എന്നിട്ട് വീണ്ടും വാൽ നീട്ടി പാത്രമെടുത്തു. പിന്റുവിന് കാര്യം മനസ്സിലായി. ഹായ്, കബീഷ് ആ പാത്രത്തിൽ വെള്ളമെടുക്കും. എന്നാൽ അടുത്ത് തന്നെ പീലു ഉണ്ടായിരുന്നു. എന്താണൊരു ശബ്ദം? കാഴ്ച കുറവായതുകൊണ്ട് പീലു കബീഷിന്റെ വാൽ കണ്ടില്ല. അടുത്തെവിടെയോ മുയലും മാനുമുണ്ട്. മണം വരുന്നു. അതിനിടെ പിന്റുവും മോട്ടുവും ദാഹം മാറ്റിക്കഴിഞ്ഞിരുന്നു. ഒരിക്കൽ കൂടി കബീഷ് വെള്ളമെടുക്കാൻ വാൾ നീട്ടിയപ്പോൾ അതെന്താ? പീലു ശബ്ദമുണ്ടാക്കാതെ പാത്രത്തിന് പിന്നാലെ ചെന്നു. താമസിയാതെ ഒറ്റ ചാട്ടത്തിന് പീലു പിന്റുവിനെ പിടികൂടി. അയ്യോ! കബീഷ് അത് കണ്ടു. പീലു, പിന്റുവിനെ വിട്ടില്ലെങ്കിൽ നിന്റെ കാഴ്ച പോകും. കബീഷ് പാത്രത്തിലെ വെള്ളത്തിൽ സോപ്പ് കലക്കി. കാഴ്ച പോകുമെന്നോ? എങ്ങനെ? അടുത്ത നിമിഷം കബീഷ് സോപ്പ് വെള്ളം പീലുവിന്റെ മുഖത്തൊഴിച്ചു. കണ്ണു തുറക്കാനാവാതെ പീലു അലറി. വേഗം അരുവിക്കരയിൽ പോയി മുഖം കഴുകു പീലി. പീലു ഒറ്റ ഓട്ടം. ഹാവു, രക്ഷപ്പെട്ടു. കബീഷ് തങ്ങളെ രക്ഷിച്ച കഥ പിന്റുവും മോട്ടുവും കാട്ടിൽ പാട്ടാക്കി. ഹഹാ, പീലുവിന്റെ ഓട്ടമൊന്ന് കാണേണ്ടതായിരുന്നു.